ഹരിതത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. പുരയിടത്തിന് ചുറ്റുമുള്ള 2 ഏക്കറിൽ സമ്മിശ്ര കൃഷിയുടെ ഹരിത മാതൃക തീർക്കുകയാണ് കങ്ങഴ കരോട്ടുമുഞ്ഞനാട്ട് KS താഹ എന്ന കർഷകൻ. ഫലവൃക്ഷങ്ങൾ തണലിടുന്ന പുരയിടത്തിൽ വാഴയും കപ്പയും ചേമ്പും ചേനയും തെങ്ങുമൊക്കെയുണ്ട്. നമസ്കാരം. നമസ്കാരം. ഈ നമ്മളൊരു സമ്മിശ്ര കൃഷി അല്ലേ? എങ്ങനെയാണ് ഈ ഒരു കൃഷി രംഗത്തേക്ക് വന്നാൽ ഞാൻ എൻ്റെ ഒരു ഫാദർ ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പറമ്പ് മുഴുവൻ കപ്പ ഇടുന്നൊരു കാലം ഉണ്ടായിരുന്നു. രാത്രി വന്ന് സ്കൂളിൽ നിന്ന് വന്നിട്ട് മുളക് പറിക്കുമായിരുന്നു കൊടിയെ കയറി. അപ്പോൾ ഞങ്ങളൊക്കെ താഴത്തെ മുളക് പറിച്ചിട്ട് നിർത്തും പകല്. പുള്ളി വന്നിട്ട് തേണി വെച്ച് അരി മുകളിൽ കയറും. രാവിലെ കപ്പയ്ക്ക് തളം കോരുമ്പോൾ ഞങ്ങൾ ചാണകം കൊണ്ട് തളത്തിൽ തൂളിയിട്ട് കൊടുക്കുമായിരുന്നു. തൂളിയിട്ട് പുള്ളി തളം മൂടി കപ്പ ഇടും. ആ കപ്പ ഞങ്ങൾ 2 or 3 ഈ ഓണത്തിൻ്റെ അവധിക്കൊക്കെയാണ് വളമിടുന്നത് കഴിഞ്ഞ് പറിച്ച് കഴിഞ്ഞ് ഇവിടെ മുഴുവൻ കാപ്പിയായിരുന്നു ഈ ഭാഗത്തെല്ലാവരും. അതിന് കുറേ അക്കാമാർ വന്നിരുന്നു കപ്പ എത്തിയിട്ട് ഈ കപ്പക്കളമെന്നാണ് പറയുന്നത്, വാട്ടുന്നൊരു സ്ഥലമുണ്ട്. അത് വാട്ടിയിട്ട് ഞങ്ങൾ പത വളർന്നു കൊടുക്കുക. 10 കൊട്ട കപ്പ എത്തുമ്പോൾ 1 കൊട്ട അവർക്ക് പദമായിരുന്നു ഈ അക്കാമാർക്ക്. അങ്ങനെ ആ ഒരു കാലഘട്ടം തൊട്ട് അന്ന് ഈ അതിൻ്റെ അകത്തൊരു ബൾബ് സ്വിച്ച് ഇങ്ങനെ ഞെക്കുന്ന സ്വിച്ചായിരുന്നു. ആ സ്വിച്ച് ഇട്ടിട്ട് ആ ബൾബ് ഇട്ടിട്ട് ഞങ്ങൾ ഈ അക്കാമാരുടെ മക്കളെല്ലാം രാത്രി വരും. ഞങ്ങളെല്ലാം പറമ്പിൽ കിടന്ന് ഭയങ്കര കളിയും ബഹളവും. അന്ന് തൊട്ട് ഈ കാർഷിക അത് തന്നെ ഇവിടെ വലിയ പശുക്കളുണ്ടായിരുന്നു. ഉമ്മച്ചിയായിരുന്നു പശുക്കറവ. 4-5 പശുക്കൾ എപ്പോഴും നമ്മളെ പ്രസവിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് ഈ കുഞ്ഞുനാളിൽ ഈ കച്ചുകൂടെ പിടിപ്പിച്ച് നിർത്തിയിട്ട് അമ്മച്ചി പശുവിനെ കറക്കുന്നത്. അങ്ങനെ ആ ഒരു കാലഘട്ടം തൊട്ടിട്ട് എനിക്ക് കൃഷിയായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വാപ്പച്ചിക്ക് വയ്യാത്ത ആയപ്പോൾ ഞാൻ പണിക്കാരെ നിർത്തി. ഞാനും പണിക്കാരോട് കൂടി പണിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ എനിക്ക് ഇത് പൂർണ്ണമായിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് എൻഗേജഡായി. ഈ പറമ്പിൽ എന്തെങ്കിലും ജാതി ഇതൊക്കെ ഞാൻ കൊണ്ടുവച്ച ജാതികളാണ്. ഈ കാണുന്നതെല്ലാം ഞാൻ ഇവിടുന്ന് വരെ പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വരുന്നതാണ്. കിട്ടുന്നത് എല്ലാം പറിച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ കൃഷി എന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് മോട്ടിവേഷൻ ഭയങ്കര ഇൻട്രസ്റ്റായി. ഇതിൻ്റെ അകത്ത് ഒരു ക്യൂരിയോസിറ്റിയായി ഇതിനെക്കുറിച്ച് അറിയാനും. ഈ കൃഷിയുടെ പാഠങ്ങളും ക്ലാസ്സുകളും ഒക്കെ പോയി പങ്കെടുക്കും കൃത്യമായിട്ട്. അങ്ങനെ ഓരോ സ്റ്റഡി ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്ത് കൃഷിയെക്കുറിച്ചും അന്ന് ഈ ഇവിടെ ഇപ്പോൾ മുഴുവൻ റബ്ബറായിരുന്നു അന്ന്. ആ ഒരു കാലഘട്ടത്തിൽ റബ്ബർ വെച്ചപ്പോൾ ഞങ്ങൾ കുഴിയെടുത്തിട്ട് വെച്ചിട്ട് പോയുള്ളൂ പണിക്കാർ. പിന്നെ ബാക്കി മുഴുവൻ പണി ഞങ്ങളായിരുന്നു. ഈ വളവിടലും ചാളമിടലും ഇത് വെച്ച് കെട്ടലും എല്ലാം ഞങ്ങളായിരുന്നു പരിപാടി. അങ്ങനെ റബ്ബർ ഞാൻ വെട്ടുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഞാനിവിടെ പ്രവാസിയാകുന്നതിന് ഒരു 10-20 വർഷം പ്രവാസിയായിരുന്നു. അതിന് മുമ്പ് റബ്ബർ വെട്ടി ഒക്കെ നടക്കുന്നൊരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പ്രവാസിയാകാൻ കാരണം 2 വർഷത്തെ മുളക് ഞാൻ സ്വന്തമായിട്ട് പറിച്ച് 16,000 രൂപയ്ക്ക് വിറ്റിട്ടാണ് ഗൾഫിൽ പോകുന്നത്. ആ മുളക് വിറ്റ് 2 വർഷത്തെ 8-10 ചാക്ക് മുറിക്കകത്തെടുത്ത് അടുക്കി വെക്കുമായിരുന്നു. എന്നിട്ട് അടുക്കി വെച്ചിട്ട് എനിക്കൊരു പെട്ടെന്നൊരു പ്രവാസി ഗൾഫിന് പോകാനുള്ള ചാൻസ് തന്നു. അപ്പോൾ ആ മുളക് എല്ലാം വരെ വിറ്റിട്ട് ഞാൻ 25,000 രൂപ കൊടുത്ത് ഗൾഫിന് പോയതാണ്. അങ്ങനെ ഗൾഫിന് പോയത്. അങ്ങനെ പ്രവാസി 18 വർഷത്തോളം ഉണ്ടായിരുന്നു. 18 വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് വർഷത്തിലൊരു തവണ ഇങ്ങനെ ലീവിന് വന്നിട്ട് ഇങ്ങനെ പോകും. അത് കഴിഞ്ഞ് ഞാനത് ഗൾഫിലെ ഒക്കെ അവിടുന്ന് നാഷണലൈസേഷനൊക്കെ വന്നപ്പോൾ എനിക്ക് പോകേണ്ടി വന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് എൻഗേജ് വീണ്ടും പറമ്പി മൊത്തം JCB കയറ്റി കളഞ്ഞിട്ട് റബ്ബറെല്ലാം വെട്ടി കളഞ്ഞിട്ട് JCB കയറ്റി കളഞ്ഞിട്ട് ആദ്യം ഞാൻ കപ്പ ഇടുമായിരുന്നു. കപ്പയ്ക്ക് 2 ഏക്കറിലാണ്. അത് കപ്പ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഒരു രാസവളം ചെയ്യാനില്ലാതെ തീരുമാനിച്ചു. ഈ ചാണകവും മൂത്രവെള്ളം എല്ലാം കോരി ഒഴിച്ച് ജൈവ കപ്പയാക്കിയത്. ആ വർഷം എനിക്ക് ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് കിട്ടി. എത്ര കാലം മുമ്പാണ്? അത് ഒരു 2018. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കപ്പയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മുഴുവൻ പുല്ല് വെച്ച് പിന്നെ ഫാമൊക്കെ ഉണ്ടായിരുന്നു. ഫാമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സംരംഭമാണെങ്കിലും നമ്മുടെ കൈ എത്തണം.
രാവിലെ നമ്മൾ പശുക്കൂട്ടി കയറി കഴിഞ്ഞാൽ ഓരോ പശുവിനെ ഇങ്ങനെ കണ്ണ് ഇങ്ങനെ അകത്തി നോക്കണം. നമ്മൾ ചുവപ്പ് കളറുണ്ടോ, മൂത്രത്തിൻ്റെ കളറ്, ഇങ്ങനെ നമ്മളെല്ലാ കാര്യത്തിലും നമ്മളെ കണ്ണെത്തിയാൽ മാത്രമേ ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് എല്ലാം ചെയ്തോളാൻ പറഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു പ്രസ്ഥാനം സക്സസ് ആക്കി എടുക്കാൻ പറ്റത്തില്ല. അതെ അതെ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ആദ്യം കപ്പയാണ് ഈ റബ്ബറായിരുന്നു ആദ്യം. റബ്ബറിൻ്റെ എല്ലാം വില പോയി കഴിഞ്ഞിട്ട് പിന്നെ ആ ഫീൽഡിൽ നിന്ന് ഞാൻ ടോട്ടലി അങ്ങ് മാറി. ടോട്ടലി പിന്നെ JCB കയറ്റി കളഞ്ഞ കപ്പയായിരുന്നു. ആ കപ്പ അത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വാഴ മൊത്തത്തില് കപ്പയിട്ട് മൊത്തം കപ്പയിട്ട് ഏറിയാൻ മുഴുവൻ. അത് കഴിഞ്ഞ് ആ കോവിഡ് സമയത്ത് കപ്പ ഇട്ടിട്ട് കുറേ പൈസ എനിക്ക് പോയി. കാരണം അന്ന് മാർക്കറ്റിംഗ് വിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഇത് പറയും പറിച്ച് ഡിസ്പോസ് ചെയ്ത് കളയേണ്ട ഒരു അവസ്ഥ വന്നായിരുന്നു ആ കോവിഡിൻ്റെ സമയത്ത്. അങ്ങനെ എനിക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമതാണ് എനിക്ക് ഈ സമ്മിശ്ര കൃഷിയെക്കുറിച്ചൊരു ചിന്ത വന്നത്. ആ സമ്മിശ്ര കൃഷി എന്ന് പറഞ്ഞാൽ പറമ്പിൽ എന്തെങ്കിലും മാറി മാറി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ 12 മാസം നമുക്ക് എന്തെങ്കിലും ഈൽഡിങ് കിട്ടുകയും ചെയ്യും, കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അതാണ് സമ്മിശ്ര കൃഷിയിലേക്ക് വന്നത്. പച്ചക്കറി, വാഴ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ജാതി ഇതൊക്കെ ഇങ്ങനെ വെക്കുക. തെങ്ങ് ഇപ്പം ഒരു 60-70 തെങ്ങോളം ഞാൻ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് താഴത്തെ ഇവിടെ എല്ലാവരും. അത് കൃഷിഭവനിൽ വാഴക്കിടയിൽ 100 കവുങ്ങുണ്ട്. കവുങ്ങ് നല്ല നല്ല ഈ കാണുന്നൊക്കെ നമ്മുടെ കവുങ്ങുകളാണ്. ഇത് നല്ല നിലയ്ക്ക് വയ്ക്കുന്നത്. അതിന് കൃഷിഭവനിൽ നിന്ന് അപ്പോൾ വലിയൊരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. അവരെന്ത് വന്നാലും എന്നെ ആദ്യം വിളിക്കും, അപ്പോൾ എനിക്ക് തരും. ഞാനങ്ങനെ ഈ കൃഷിഭവനിൽ നിന്ന് കൊണ്ട് വെച്ചത് 65-70 തയ്യ തെങ്ങോളം. പിന്നെ മംഗളായും കാസർഗോഡും കുള്ളനും ഈ കവുങ്ങുകളെ ഞാനത് നെടുമണ്ണി എക്കോ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാണ്. അതിൻ്റെ അകത്തൊരു 150 എണ്ണം വെച്ചാൽ 10 എണ്ണം ഭയങ്കര വറവിൽ പോയായിരുന്നു. ഈ കഴിഞ്ഞ വറവിൽ ഞാൻ അതിനെ റെസിസ്റ്റ് ചെയ്തു. കാരണം ഞാൻ ഇറിഗേഷൻ ആക്കി മൊത്തം. പിന്നെ പൈപ്പ് ഹോസും എല്ലാം കൊണ്ടുവന്ന് താഴെ ഒരു കിണറുണ്ട്, ഇതേ കാണുന്നത്. ആ കിണറ്റിൽ 12 മാസം വെള്ളമുള്ള ആ കിണറ്റിൽ നിന്ന് മോട്ടർ വെച്ച് ഇവിടെ മോട്ടർ വെച്ച് കൃഷിഭവനിൽ തന്ന മോട്ടറാണ് 1.5-ൻ്റെ. അത് വെച്ചിട്ട് മൊത്തം ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് നനയ്ക്കൽ തുടങ്ങും. നനച്ചിട്ട് ഇതെല്ലാം നനച്ച് 3-4 പ്രാവശ്യം ട്രായിങ് അടിച്ചിട്ട് നനച്ചു. അപ്പോൾ എനിക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് എനിക്ക് കാർഷിക ഇതിലുള്ള മോട്ടറും കണക്ഷനും കിട്ടി. അപ്പോൾ പിന്നെ വലിയ പൈസയാകുമല്ലോ. ഇത് 2-3 തവണ നനച്ച് ഈ പറമ്പിൽ എല്ലാം നനയ്ക്കുമായിരുന്നു. ഈ ഭാഗത്ത് പൈപ്പ് ഭാഗത്തിടത്ത് ഞാൻ മീൻകുളം ഉണ്ടായിരുന്നു, അവിടെ നിന്ന് വെള്ളം കോരി ബക്കറ്റിൽ കോരി ഒഴിക്കുമായിരുന്നു. അങ്ങനെയാണ് ഇവരെ പൊക്കിക്കൊണ്ട് വന്നത്. ഇപ്പം 2 ഏക്കറിൽ എന്തൊക്കെയാണ് ഉള്ളത്? 2 ഏക്കറിൻ്റെ അകത്ത് എനിക്കൊരു 100 തെങ്ങ് അടുത്തുണ്ട്, ഒരു 100 കവുങ്ങുണ്ട്, ജാതി 10-20 മൂടുണ്ട്, പിന്നെ കപ്പയുണ്ട് 10-500 കപ്പയോളം ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വാഴ 500 വാഴ ഞാൻ വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ താഴെ കൊണ്ട് വെച്ചിരിക്കുന്ന സാധാരണ നാടൻ നേത്ത വാഴയാണ്. ഇവിടെ ഇരിക്കുന്ന മഞ്ചേരിക്കുള്ള എന്ന് പറഞ്ഞ ഹൈറ്റ് പറഞ്ഞ വാഴയാണ് വെച്ചിരിക്കുന്നത്. ഈ നമ്മുടെ പറമ്പിന് ചുറ്റുവേ അത് 7 മാസം കൊണ്ട് കൊലയ്ക്കുന്ന. ഇപ്പം ഇടയ്ക്ക് ഒരു ചിലപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരു ബിസിനസ് അപ്പോൾ ഇതൊരു ജീവിതോപാധിയല്ല. കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് കൂടെ അതിൻ്റെ കൂടെ ചെയ്യണമെന്ന് വിചാരിച്ച് എനിക്ക് ആദ്യം കടയായിരുന്നു. ഈ സ്കൂളിൻ്റെ ഭാഗത്ത് കടയുണ്ടായിരുന്നു. അപ്പോൾ ആ കട കോവിഡ് സമയത്ത് അത് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയായി. സ്കൂൾ 2 വർഷത്തെ കളഞ്ഞു കിടന്നു. അപ്പോൾ ആ കട കൊണ്ട് വലിയ മെച്ചമില്ലാത്തതുകൊണ്ട് ഞാൻ അതങ്ങ് കട ഉപേക്ഷിച്ചിട്ട് പിന്നെ നമുക്ക് ഈ ചെന്നെത്താൻ പറ്റുന്ന എന്തെങ്കിലും തൊഴിലേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ നടക്കണം, നമ്മുടെ കാര്യങ്ങൾ നടക്കണം. സമയം വേണം. അതുകൊണ്ട് ആഴ്ചയിൽ 3 ദിവസം 4 ദിവസം കച്ചവടത്തിന് പോകും. ആ കച്ചവടത്തിന് പോയാൽ ഒരു 10 മണി ചെരുപ്പിൻ്റെ ഹോൾസെയിലുണ്ട്. ഞങ്ങളിവിടെ കുമളി, അണക്കര, പുറ്റടി, ചേറ്റുകുഴി ഇങ്ങനെ അവിടെ പോകും. പിന്നെ പാമ്പാടി, മണർകാട് റൂട്ടിൽ പോകും. കിടങ്ങറ, രാമങ്കരി, പായിപ്പാട് ഇങ്ങനെ സ്ഥലങ്ങളിൽ കുറേ കടകളുണ്ട്, അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇവിടെ വന്നുള്ള വെച്ചെന്ന് പറഞ്ഞാൽ 10 മണിക്ക് പോയാൽ മതി. ഒരു 4 മണിയാകുമ്പോൾ നമുക്ക് രാവിലെ ഒരു 2-3 മണിക്കൂർ പറമ്പിൽ സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വന്ന് ഒരു 4 മണിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ 6-7 മണി വരെ ഇരുട്ട് എന്നുള്ള വരെ പറമ്പിൽ നനയ്ക്കലും അത്യാവശ്യം കിളയും കാട് പറിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ബീഹാറിയുണ്ട്, അവൻ പുറത്ത് പണിക്ക് പോകുന്ന ആളാണ്. അല്ലാത്ത ഞായർ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരം ഒക്കെ അവനും ഞാനും കൂടെ കുറച്ചൊക്കെ ഈ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തും. അവന് പിന്നെ ഇവിടെ താമസിക്കാനുള്ള സംവിധാനങ്ങളും മറ്റും ഞാൻ എല്ലാം കൊടുത്തിരിക്കുകയാണ്. അതിനൊന്നും നമ്മളൊന്നും പേയ്മെൻ്റ് ഒന്നും ഈടാക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ അവനും വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂട്ടത്തിൽ എല്ലാത്തിനും സഹകരിക്കും. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് പച്ചക്കറിയിൽ ഭയങ്കരമായിട്ട് പറ്റിയതെന്ന് വെച്ചാൽ മഴ കൂടിപ്പോയി. എല്ലാ കർഷകരും നേരിടുന്ന ഒരു പ്രശ്നമാണത്. മഴ കൂടിപ്പോയതുകൊണ്ട് എനിക്ക് ഇത് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഷീറ്റൊന്നും വിരിച്ച് അതിൻ്റെ അടിയിലല്ല കൃഷി ചെയ്യുന്നത്, ഓപ്പൺ എയറിലല്ലേ. മഴ കാരണം കുറച്ച് അഴുകിപ്പോയി പച്ചക്കറി. ഇനിയിപ്പം ഇനിയും വെയിൽ കഴിഞ്ഞ് സക്സസ് ആക്കി എടുക്കാം. ഏത് കൃഷിയാണെങ്കിലും ഉണ്ടല്ലോ, ഈ വേനൽക്കാലം നനയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ ഈ പച്ചക്കറി അതുപോലുള്ള വെജിറ്റബിൾസ് ഒക്കെ സക്സസ് ആവുകയുള്ളൂ. മഴക്കാലത്ത് വെച്ച് സക്സസ് ആവുകയില്ല.
വേനൽക്കാലത്ത് അതിമഴയത്ത് അഴുകിപ്പോകും. അതായത് ഒരു ഡിസംബറിലൊക്കെ വെച്ച് കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോൾ തണ്ണിമത്തൻ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. തണ്ണിമത്തിന് ഏറ്റവും അവസാനം മഴ കൂടിയപ്പോൾ വള്ളി മുഴുവൻ അഴുകിപ്പോയി. തണ്ണിമത്തൻ വിൽക്കുവാനായിരുന്നു, ഇവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. ഈ വർഷം ഞാൻ ഈ പറമ്പിന്റെ പരിസരത്തൊക്കെ തണ്ണിമത്തൻ ഇട്ടൊന്ന് ഒരു പരീക്ഷണം നടത്താനായിട്ട് നിൽക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു കൃഷി ഇപ്പൊ ബിസിനസിനൊപ്പം കൃഷി അങ്ങനെയാണല്ലോ. ഇത് രണ്ടും കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റിയല്ല, ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്. ഒന്നെങ്കിൽ നമ്മൾ ബിസിനസ്സും ഇതും കൂടെ മിങ്കിൾ ചെയ്ത് കൊണ്ടുപോകണം. അല്ലെങ്കിൽ സർക്കാർ എംപ്ലോയി ആണെങ്കിൽ കുഴപ്പമില്ല. അതിപ്പോൾ എനിക്കൊരു ഒരുപാട് ജോലിയൊക്കെ കിട്ടി. അത് പ്രവാസിയായ സമയത്ത് പോകാൻ പറ്റിയില്ല. ഇവിടെ എനിക്ക് എംപ്ലോയ്മെന്റ് ആഴ്ച തോറും കാർഡ് വരുമായിരുന്നു. ഞങ്ങളൊക്കെ പഴയ എംഎക്കാരാണ്. ഞാൻ പഴയ എംഎക്കാരനാണ്. ചങ്ങനാശ്ശേരി എസ് കോളേജിലെ സന്തതിയാണ്. 85 തൊട്ട് 92 വരെ അവിടെ പഠിച്ച. അപ്പൊ അങ്ങനെ എനിക്ക് ഒത്തിരി എന്റെ കൂട്ടത്തിലുള്ള ഒരുപാട് പേര് പോലീസിലും അതിലും ഒക്കെ കയറി. അപ്പൊ നമ്മളങ്ങ് ഒരു 96 പ്രവാസിയായി പോയി. 96 തൊട്ട് 2014 ഇവിടുന്ന് എല്ലാ വൈഫ് ഓരോ പ്രാവശ്യം എഴുത്തിന്റെ അത് ഓരോ കാർഡ് വെച്ച് തരും. എംപ്ലോയ്മെന്റിൽ നിന്ന് ഇന്ന ജോലിക്ക് വിളിച്ചത്, ഇന്ന ജോലിക്ക് വിളിച്ചത്. പക്ഷേ ഒരു സർക്കാർ എംപ്ലോയി ആയിരുന്ന ജീവിതം തിരിച്ച് ഇത് ഈ ഫീൽഡിലൊന്നും ഞാൻ വരത്തില്ല. ആ വഴിക്ക് പോകും. രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം വീട്ടിൽ വന്നിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ എന്റർടൈൻമെന്റിനൊന്നും സമയം കിട്ടത്തില്ല. എന്നാലും ഈ ഇപ്പൊ ഇങ്ങനെ ഒരു കൃഷി ഏറ്റെടുത്തപ്പോൾ അത് ഒരു മനസ്സിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കൃഷി എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഒരു ചെടി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോ ദിവസത്തെ ഗ്രോത്ത് വളർച്ചയൊക്കെ നമുക്ക് പോയി കാണുമ്പോൾ ഒരു മാറി ഇങ്ങനെ വീക്ഷിക്കും. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. അത് കൃഷിയുടെ ഒരു ടേസ്റ്റ് വേണം. ഇപ്പോൾ ഈ പുതിയ തലമുറയ്ക്കെന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു സാധനമാണ് കൃഷിയോട് ചെയ്ത്. ഈ പശുക്കൂട്ടിലൊക്കെ നമ്മൾ ചാണകം പാരാനൊക്കെ പോകുമ്പോൾ നമുക്കൊരു അറപ്പുമില്ല. ചാണകം പിടിക്കാൻ എടുക്കാനും പോരാനും. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ പശുക്കൂട്ടി ചെരുപ്പിടാതെ ചെന്ന് കയറുന്നത്. കല്ലുപാകിയ പശുക്കൂടായിരുന്നു. ഇന്നത്തെ പോലെ ഈ മാറ്റി വിരിച്ചൊന്നും അല്ലായിരുന്നല്ലോ അന്ന്. പിന്നെ ഞാനിങ്ങനെ ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു 4-5 വർഷം മുമ്പ് ഒരു കർഷക നൈപുണ്യ യാത്ര എന്ന് പറഞ്ഞൊരു യാത്രയ്ക്ക് ഹൈദരാബാദിൽ പോയി. ഇവിടുന്ന് ഓരോ പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് ഓരോന്ന് കോട്ടയം ജില്ലയിലെ 15 പഞ്ചായത്തിൽ നിന്ന് ഒരു ബോഗി നിറച്ച ആളാണ് അവിടുന്ന് പോയത്. അപ്പോൾ ഈ കങ്ങര പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് ഞാനാണ് പോയത്. കോരസാറായിരുന്നു അന്ന് ഞങ്ങളുടെ ഒരു ക്യാപ്റ്റൻ. അവിടെ ഞങ്ങൾ പോയി പിന്നെ കരീം നഗറിൽ പോയി ഒരു 2 ഏക്കർ സ്ഥലം കിളച്ച് ഉഴുതിട്ട് കപ്പയിട്ട് കൊടുത്തു ഞങ്ങൾ അവിടെ. അപ്പോൾ ഒരു ക്ലാസ് എടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചു, അതിൻ്റെ മോഡറേറ്റർ ഒരു ജൈവകൃഷിയുടെ ആളായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ചാണകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പശുവിൻ്റെ വേസ്റ്റ് അല്ലേ നമ്മൾ ചാണകം എന്ന് പറഞ്ഞാൽ. പുള്ളി പറഞ്ഞു, അതല്ല, ചാണകം എന്ന് പറഞ്ഞാൽ ഒരു ചാണിൻ്റെ അകത്ത് വന്ന് വീഴുന്ന സാധനത്തിനാണ് ചാണകം എന്ന് പറയുന്നത്. പശു എത്ര വലിയ പശു തുറിയാലും ഒരു ചാണിൻ്റെ അകത്തല്ലേ വന്ന് വീഴുള്ളൂ. റൗണ്ട് വരച്ചാൽ ചാണിൻ്റെ അകത്തുള്ളതിനാ ചാണകം എന്നാണ് പറഞ്ഞു തന്നു. അന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. അടാ, ഇങ്ങനെ ഒരു ചാണിൻ്റെ അകത്ത് വന്ന് വീഴുന്ന ഒരു സാധനമാണ്, അതിനാണുള്ള ചാണകം. വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു പേരാണ്. ശരിയല്ലേ? അങ്ങനെ ഒരുപാട് അറിവ് അങ്ങനെ ആ ട്രിപ്പിൽ എനിക്ക് കിട്ടി. ഞങ്ങൾ ഹൈദരാബാദിൽ പോയി 5 ദിവസം ഉണ്ടായിരുന്നു. അവിടെ ഒരു സന്യാസിയുടെ ആശ്രമത്തിലാണ് പോയി താമസിച്ചത്, കരീം നഗറിൽ. അങ്ങനെ അവിടെ ഞങ്ങൾ 2 ഏക്കർ സ്ഥലം കൃഷി ചെയ്ത് ഇവിടുന്ന് കപ്പയൊക്കെ ആയിട്ട് ട്രെയിനിൽ പോകുന്നത്. ഞങ്ങൾ സക്സസ് ആയി. അവരോട് ഞങ്ങൾ അതിന്റെ റിസൾട്ട് ചോദിച്ചു. പറഞ്ഞു അവർ പറിച്ചു, നന്നായിട്ട് കഴിച്ചു, നല്ല കിഴങ്ങായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അന്ന് ഈ അവിടെ 4 കാളയെ വെച്ച് വിടുക നിലവിഴുത്. അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ഇല്ലാത്തത് കാലഘട്ടമായതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ പബ്ലിസിറ്റി ഒന്നും വന്നില്ല. സോഷ്യൽ മീഡിയ ഉള്ള കാലത്താണ് അത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്ത് എല്ലാവരും അറിഞ്ഞാൽ. വാഴ ഇപ്പം ഏതൊക്കെ നാടൻ വാഴ അല്ലേ? നാടനാണ്, ഇത് മൊത്തം നാടനാണ്. ഈ ഇതെല്ലാം ഇപ്പം കുളച്ചൊരു 100-150 കൊലയോളം ഉണ്ടായി. കഴിഞ്ഞ സത്യം പറഞ്ഞാൽ ഇന്നലെ കൊണ്ട് ഞാൻ ഈ ചുണ്ട് വിറ്റു പത്തനാട്ട്. ഈ വാഴ ചുണ്ട് ഒരെണ്ണത്തിന് 10 രൂപ വെച്ച് 30 എണ്ണം കൊണ്ട് കൊടുത്തു ഞാൻ. ആണല്ലേ? അതിനൊരു മാർക്കറ്റ് ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഒരു കടയിൽ കയറി ഇങ്ങനെ ചോദിച്ചു, വാഴച്ചുണ്ട് വേണം. അവർ പറഞ്ഞു 30 എണ്ണം കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനിത് ഒടിച്ചു കൊണ്ട് കൊടുത്തു. 300 രൂപ എടുത്ത് കൈ തന്നു. 10 എണ്ണം കൊടുത്തു. ഇതൊക്കെ മാർക്കറ്റിംഗ്. നമുക്ക് ഈ ഏത് കൃഷിയാണെന്ന് വെച്ചാൽ അതിന്റെ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും ആദ്യത്തെ ഘടകം. നമ്മൾ ആദ്യം ഏത്തവാഴ വെക്കുന്നതിന് മുമ്പേ ഈ ഇവിടെയൊക്കെ വിൽക്കാൻ പറ്റും, ഏതൊക്കെ അതിന് മാർക്കറ്റിംഗ് ഉണ്ട് എന്ന് നമ്മൾ
നോക്കിയിട്ട ശേഷം മാത്രമേ കൃഷിയിൽ ഇറങ്ങാവുള്ളൂ. കപ്പ നമ്മളൊരു 500 മൂട് കപ്പ ഇട്ടാൽ ഈ കപ്പ ഏത് കടയിൽ കൊണ്ടേ അവരെടുക്കും എന്ന് പറഞ്ഞാൽ ആദ്യം കടക്കാരനെ നമ്മൾ കണ്ട് സംസാരിച്ചിട്ട് വേണം കപ്പ ഇടാനെന്ന്. അല്ല നമ്മൾ ഈ വെറുതെ കപ്പ ഇട്ട് കഴിഞ്ഞ് ഒരു മാർക്കറ്റ് ഇല്ലെങ്കിൽ അത് വെറുതെ വേസ്റ്റായി പോകുന്ന ഒരു കാലം. അതായത് നമ്മൾ ഈ കൃഷിയെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ ഈ കാലാവസ്ഥ നമുക്ക് അനുകൂലമാണെങ്കിൽ കൃഷി ചെയ്യാം, എന്തും ചെയ്യാം. പക്ഷേ അത് അതിനേക്കാളും വലിയൊരു ഘടകം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്. നമുക്ക് പച്ചക്കറി ഇപ്പം നാടൻ പച്ചക്കറിക്ക് ഭയങ്കര മാർക്കറ്റുള്ള, തമിഴ്നാട്ടിൽ നിന്ന് വിഷം കലർന്ന പച്ചക്കറി ആരും അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ നാടൻ പച്ചക്കറി നമ്മുടെ ഉൽപ്പന്നം നാടനാണെന്ന് ബോധ്യപ്പെട്ടൊരു കടക്കാരൻ അവിടെ കൊണ്ടുവന്ന് അവർ കച്ചവടം കൂടും. അവർ ഒരു സ്ഥലം കണ്ടുപിടിച്ച ശേഷമേ നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ എല്ലാം നമ്മൾ കൃഷി ഒരു പണിക്കാരനെ വെച്ച് പണിയിച്ച് നന്നാക്കി എടുത്ത് ഇത് കൊണ്ട് കൊടുക്കുകയാണ് നമുക്കൊന്നും കിട്ടത്തില്ല. നമ്മളൊരു നല്ല ശതമാനം നമ്മളായിരിക്കണം. നമ്മളൊരു 4 മണിക്കൂർ ഡെയിലി നമ്മുടെ പറമ്പിൽ സ്പെൻഡ് ചെയ്താൽ മതി. ആദ്യത്തെ ഒരു ഇത് വെക്കുമ്പോൾ ഒരു നല്ലൊരു ടാസ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വളമൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഡെയിലി ഇട്ടാലും കുറച്ച് പിന്നെ അവന് ഇറങ്ങി കാട് പറിക്കുക. ഇപ്പം കാട് കണ്ടമാനം കയറി കിടക്കുന്നത് ഈ ഫാം മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ കാട് ഞാൻ പറിച്ച് കളയാത്തത്. ഇപ്പോൾ പശുവിനെ കൊണ്ടുവരികയാണെങ്കിൽ പുല്ല് വേണമല്ലോ. ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ സർക്കാരിൻ്റെ നല്ല രീതിയിൽ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യണം. അതിനോട് ഇപ്പം നമ്മൾ ഈ കൃഷിഭവനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഈ ഗ്രൂപ്പ് കൃഷി ചെയ്യുന്ന 2 പേര് പോലും കാണുകയില്ല. അവരൊക്കെ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി കാർഷിക വൃത്തിയാവെന്ന് പറഞ്ഞ് ഇങ്ങനെ വന്ന് കൃഷിഭവനിൽ വന്നിട്ട് ഓരോ പരിപാടി കാണിക്കുന്നതല്ലാണ്. പറഞ്ഞ 2 വെണ്ടയ്ക്ക പോലും ആരും കുപ്പത്തൊട്ടി നടുന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് വസ്തുത. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇപ്പം പച്ചക്കറി, വാഴ, കമുക്, തെങ്ങ്, അതോടൊപ്പം തന്നെ കോഴി അല്ലേ? കോഴിയുണ്ട്, കോഴി വളർത്തലുണ്ട്. കോഴി ഒത്തിരി ഉണ്ടായിരുന്നു. അതിപ്പം ഇനിയിപ്പം ഈ സീസൺ മോശമായതുകൊണ്ട് മുട്ടയിടുന്നില്ല. ഇനിയിപ്പോൾ ഓണത്തിന് കോഴിയെ കൊണ്ടുവരണം. എനിക്ക് ഫാം ഉണ്ടായിരുന്നു, 10-20 പശുക്കളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഈ പശുക്കളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പശുക്കൾ നമ്മളെല്ലാ ദിവസവും അതിൻ്റെ കൂട്ടിപ്പോയി അതിനെ ശ്രദ്ധിച്ച് അതിൻ്റെ ഓരോ അപ്ഡേറ്റായ കാര്യങ്ങൾ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഫാം സക്സസ് ആവുള്ളൂ. ഇപ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ ഫാം ചെയ്തിട്ട് 10 ലക്ഷം രൂപ കിട്ടി, അല്ലെങ്കിൽ മാസം 50,000 വരുമാനമുണ്ട്. ഇതൊന്നും നടക്കുകയില്ല. കാരണം ഇപ്പോഴത്തെ ഇപ്പം നമ്മൾ മിൽമായി കൊണ്ട് പാൽ കൊടുത്താൽ കൂടി വന്നാൽ 42 രൂപ 43 രൂപ കിട്ടും. ഞാൻ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ 1 ലിറ്റർ പാലിന് ഒരു 40 രൂപയെങ്കിലും കോസ്റ്റാണ്. പിന്നെ എൻ്റെ ഒരു പണിക്കാരനെ വെച്ച് ചെയ്യിച്ചാൽ പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു 2-3 പശുക്കളെ വളർത്തി സ്വന്തമായിട്ട് ഭാര്യയും ഭർത്താവും കൂടെ അതിനെ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനും പിന്നെ ഒരു 10,000 രൂപ ഒക്കെ ഒപ്പിച്ചെടുക്കാം ഒരു ദിവസം. ഒരു 10, 25, 30 ലിറ്റർ പാല് മിൽമായി കൊണ്ട് ഒരു നേരം അളന്നാൽ ഒരു 50 ലിറ്റർ പാൽ അളന്നു കഴിഞ്ഞാൽ ഒരു 4-20. ഇപ്പം മിൽമായി കൊണ്ട് അളന്നാൽ ഒരു 40-43 റേഞ്ച് വെച്ചാൽ 2,000 രൂപ. ഒരു 1,000 രൂപയുടെ കുടിയും അതിൻ്റെ കോസ്റ്റും എല്ലാം കൂടെ കഴിഞ്ഞാൽ 1,000 രൂപ കിട്ടും. അതിന് 50 ലിറ്റർ അളക്കണമെങ്കിൽ നല്ല ഒരു 3 പശു വേണം. 20 ലിറ്റർ പാല് 30 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുപുറത്തൊന്നും കിട്ടുകയില്ല. കാരണം അതുപോലെ HF-നെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നാൽ അതിൻ്റെ കൊഴുപ്പ് കുറവായതുകൊണ്ട് പാലിന് വില കുറവേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ പിന്നെ ഫാം ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്ക് ആടൊക്കെ ഉണ്ടായിരുന്നു, ആട് പിന്നെ മുയൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനൊക്കെ മുയലിനെയൊക്കെ വിറ്റഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. കാടയുണ്ടായിരുന്നു. കാടമുട്ടയ്ക്കൊക്കെ നമ്മൾ മാർക്കറ്റ് കണ്ടുപിടിക്കണം. അത് നമ്മൾ അതുമായിട്ട് നമ്മൾ അലേർട്ടായിട്ട് ഇരിക്കണം. എന്നാലേ മാത്രമേ ഇതിന് മാർക്കറ്റിംഗ് നടക്കുകയുള്ളൂ. കോഴിമുട്ടയാണെങ്കിലും ഇപ്പോൾ എനിക്കൊരു 500 മുട്ടയോളം ഡെയിലി വിൽക്കാം. കാരണം നമ്മൾ ഹൈ റേഞ്ചിലോട്ട് പോകുമ്പോൾ വണ്ടിക്കാന്ന് കൊടുത്താൽ ഒരു 4 കടയിൽ കൊടുത്താൽ അവർ 200 മുട്ട വെച്ചൊക്കെ എടുത്തോളൂ. നമ്മൾ ഈ ചെരുപ്പുമായിട്ട് പോകുമ്പോൾ വണ്ടിക്കകത്ത് ഞാനങ്ങനെ മുണ്ടക്കയത്തൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. മുട്ട ഒരു ആഴ്ചയിലൊരു 100 മുട്ടയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് മുണ്ടക്കയത്തൊക്കെ കൊടുത്തിട്ടായിരുന്നു. നാടൻ മുട്ടയ്ക്ക് മാർക്കറ്റാണ് അത്. ഇപ്പോൾ ഈ നമ്മുടെ ഈ പത്രാടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുചന്ത ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരുപാട് നമുക്ക് പ്രയോജനമുണ്ട് ഈ കർഷകർക്ക്. ഒരു നേരങ്ങാടി എന്ന് പറയുക, പണിമലയിൽ ഒരെണ്ണമുണ്ട്. പണിമല പോലീസ് സ്റ്റേഷന് അപ്പുറം ഒരു നേരങ്ങാടി ഉണ്ട്. അവിടെ അത് ഫുൾ ടൈം പ്രവർത്തിക്കുന്ന. പത്രാട് എന്ന് പറഞ്ഞാൽ കരച്ചാലുണ്ട്. പത്രാട് പക്ഷേ അതായിട്ടില്ല. അപ്പോൾ അത് അവരുടെ ശ്രദ്ധയപ്പെടുത്താൻ കൂടിയിട്ടാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. പിന്നെ കൃഷി എന്ന് പറഞ്ഞാൽ നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് ആയുസ് കൂട്ടാൻ പറ്റും. കാരണം നമ്മൾ ഇതിനകത്തൂടെയൊക്കെ ഇറങ്ങിയൊക്കെ നടന്ന് എല്ലാം ഒന്ന് ഫുൾ ടൈമൊക്കെ ഈ പറമ്പിൽ കൂടെ ഒന്ന് ഇറങ്ങി നടന്ന് കഴിയുമ്പോൾ നമുക്കൊരു റിലാക്സേഷനാണ് രാവിലെ. എനിക്ക് മുട്ടുവേദനയൊക്കെ ഉണ്ടായിരുന്ന ആളെ ഇപ്പം ഞാൻ ഇതിനകത്ത് ഇറക്കി നടന്നതിന് ശേഷം ഇപ്പോൾ അതില്ല, അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. നമ്മള് നിരന്തരം ഇങ്ങനെ നടന്ന് വ്യായാമം നല്ലൊരു വെള്ളത്തിന്റെ സമയത്താണെങ്കിൽ 4 പ്രാവശ്യം ഇറങ്ങി പോകണമായിരുന്നു. മോട്ടർ ഇടയ്ക്ക് വയറൊക്കെ വിട്ടുപോകും. അപ്പോൾ ഇതിൽ ഇറങ്ങി ഭയങ്കര മടുക്കും വേനൽക്കാലത്താണെങ്കിൽ. ഇപ്പം നല്ല കാലാവസ്ഥയായതുകൊണ്ട് നമുക്കത്ര ക്ഷീണം വരുന്നില്ല. ഇപ്പം നമ്മള് ഈ വർഷം കർഷകർ അവാർഡ് കിട്ടിയായിരുന്നല്ലേ? കങ്ങഴ പഞ്ചായത്തിന്റെ ഏറ്റവും നല്ല സമ്മിശ്ര കർഷകർ മിനിസ്റ്റർ ജയരാജ് സാറൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് എനിക്ക് അവാർഡ് തന്നത്. 2ാമത്തെ പ്രാവശ്യമാണ് ഇത് കിട്ടുന്നത്.
ഇത് നേരത്തെ ഒരു പ്രാവശ്യം കിട്ടിയിരുന്നു. അന്ന് ജൈവ കർഷകനായിരുന്നു. ഇപ്പം ജൈവം മാത്രം കൊണ്ട് കാര്യങ്ങൾ നടക്കുകയാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇച്ചിരി രാസം കൂടെ അതിൻ്റെ ചേർത്ത് നമ്മൾ ഉദ്ദേശിച്ച ഈൽഡിങ് വിളവെടുപ്പ് കിട്ടണമെങ്കിൽ ഇത്തിരി രാസം കൂടെ അതിൻ്റെ ചേർക്കണം. ജൈവം മാത്രം കൊണ്ട് ഇനിയുള്ള കാലം രക്ഷപ്പെടത്തില്ല. ഇപ്പം വീട്ടുകാരൊക്കെ ഇതുമായിട്ട് സഹകരിച്ച് വീട്ടുകാർക്ക് ഉമ്മച്ചി എന്ന് പറഞ്ഞാൽ ഉമ്മച്ചിക്ക് ഇപ്പം ആരോഗ്യമില്ലാത്തൊരു പ്രശ്നമേ ഉള്ളൂ. ഉമ്മച്ചി എന്നാലും വടി കുത്തി പിടിച്ചാണെങ്കിലും ഇതിലൊക്കെ ഇറങ്ങി നടക്കും ഈ പറമ്പിൽ കൂടെ. ഉമ്മച്ചി അതുപോലെ നല്ലപോലെ പശുവിനെയൊക്കെ വളർത്തി നന്നായിട്ട് പശുവിനെ കറന്ന് പാല് പൈസ ഉണ്ടാക്കിയ ഒരാളാണ്. നേരത്തെ പറഞ്ഞു നന്നായിട്ട് പൈസ ഉണ്ടാക്കിയ ആളാണ്. ഉമ്മച്ചിക്ക് ഇപ്പം ആരോഗ്യ പ്രശ്നം ഉണ്ടായാലും ഇതിനോടുള്ള ടേസ്റ്റ് മാറിയിട്ടില്ല. ഉമ്മച്ചി ഇങ്ങനെ വടി കുത്തി പിടിച്ചാണെങ്കിൽ ഈ പറമ്പിലൊക്കെ ഇറങ്ങി ഇങ്ങനെ നോക്കുന്നത് ഞാൻ കാണാറുണ്ട്. പിന്നെ വൈഫ് ഒരു തൊഴിൽക്കാരിയാണ്. അവർക്ക് അവരുടെ വളർന്ന സിറ്റുവേഷനിൽ അത്ര കൃഷിയായിട്ട് ബന്ധമില്ല. ഇവിടെ വന്നപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഇവിടെ നനയ്ക്കാനൊക്കെ എപ്പോഴും വരുമായിരുന്നു. ഈ പൈപ്പ് വലിച്ചുകൊണ്ട് നടക്കാനും ഒക്കെ എൻ്റെ കൂട്ടത്തിൽ വരുമായിരുന്നു. പിന്നെ 5-6 ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. തന്നെയാകുമ്പോൾ നമുക്ക് മടുത്തു കൃഷി ഉപേക്ഷിച്ച് കളയാനും തോന്നും. ഇത് രാവിലെ ഒരാളെ ഇവിടെ കൂട്ടത്തിൽ വന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കാനും ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഇത്തിരി കൂടി ഒരു എനർജിയായി അതിനകത്ത് കൃഷി ചെയ്യാനായിട്ട്. അപ്പൊ എനിക്കിപ്പോ ഒരു മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ അതിൻ്റെ അകത്ത്. കാരണം ഇഞ്ചിയും മഞ്ഞളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇഞ്ചി മഞ്ഞളും ഒക്കെ മുകളിലത്തെ ഞാനത് കാണിച്ചു തരാം. എല്ലാ വർഷവും എല്ലാ വർഷവും എനിക്ക് ഞാൻ ഏലപ്പാറയിൽ കുറച്ച് ഇഞ്ചി കൊണ്ടുവന്നിട്ട് നട്ടായിരുന്നു. നല്ല സക്സസ് ആയി, നല്ല നന്നായിട്ട് നിൽക്കുകയാണ്. കൃഷിഭവനിൽ നിന്ന് കുറച്ച് കിട്ടിയായിരുന്നു. മഞ്ഞളും കിട്ടി. പിന്നെ വാഴ ഒരു 50 കിട്ടിയായിരുന്നു കൃഷിഭവനിൽ നിന്ന്. ഇനിയിപ്പോൾ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ വരുമായിരിക്കും ഇനി കൃഷിഭവനിൽ. ഒരു ഓണത്തിനൊരു മുറം പച്ചക്കറി എന്ന് പറഞ്ഞൊരു സ്കീം ഉണ്ടായിരുന്നു. ഓണത്തിന് ഒരു മുറം പച്ചക്കറി. പക്ഷേ ആ സ്കീം ഈ പ്രാവശ്യം നടക്കുമെന്ന് തോന്നില്ല. കാരണം ഈ ഓണത്തിന് മഴ നടക്കില്ല. ഇപ്പം കൃഷിയെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് അങ്ങനെ അധികം കടന്നു വരാതെ സാഹചര്യത്തിൽ ഇത്രയും കാലം ഈ മണ്ണിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞതിൽ എന്താ തോന്നുന്നത്? എനിക്ക് വളരെ ഞാൻ 100% സാറ്റിസ്ഫാക്ഷനാണ്. കാരണം എനിക്ക് ഈ മണ്ണിനോടും ഉള്ള അടങ്ങാത്ത ആ സ്നേഹം, പ്രണയം ഇനി എന്നും ഉണ്ടാവും. ഈ മണ്ണിൽ അലിഞ്ഞു തീരുന്ന ആരോഗ്യമുള്ളിടത്തോളം കാലം ഈ കൃഷിയും ഇതിൻ്റെ ഈ പറമ്പും തൊടിയും പരിസരവും ഒക്കെ ആയിട്ട് ജീവിക്കാനായിട്ടാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇപ്പോൾ ഞാൻ പ്രവാസിയായിരുന്നു നല്ല കാലം മുഴുവൻ. എന്നാലും ഇപ്പോൾ ഈ ഒരു ജീവിതത്തിൻ്റെ ഒരു മധ്യാഹ്നത്തിൽ എനിക്ക് ഈ ഇതിനോടൊക്കെ ബന്ധപ്പെട്ട് അലിഞ്ഞ് ജീവിക്കാൻ കഴിഞ്ഞ് വളരെ സന്തോഷമാണ്. ഈ പ്രകൃതിയോട് ചേർന്നുള്ള നല്ല ശുദ്ധമായി ജീവിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. എല്ലാം എന്തുകൊണ്ടും ഞാനിന്ന് വളരെ ഹാപ്പിയാണ്. ഇനിയിപ്പം കാർഷിക രംഗത്ത് എന്താ പുതിയ എന്തെങ്കിലും ഇനിയിപ്പം ഞാൻ വെറൈറ്റി പല മോഡലുകൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു ശ്രമത്തിലാണ്. അതിനുള്ള വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത വർഷം ഇവിടെ ഒക്കെ മൊത്തം തണ്ണിമത്തം കൃഷി ചെയ്താണെന്ന് ആലോചനയുണ്ട്. വേനൽക്കാലത്ത് നമുക്ക് ഇറിഗേഷൻ പ്രൊജക്റ്റ് ഉണ്ട്. നനയ്ക്കാനുള്ള വെള്ളവും വാട്ടർ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് തണ്ണിമത്തൻ ഈ പറമ്പ് മുഴുവൻ ഈ തണ്ണിമത്തൻ എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ ഇങ്ങനെ പോയാൽ അത് അഴുകി പോകും. ഈ ഓലയൊക്കെ ഇട്ട് പടങ്ങിട്ടിട്ടാണ് ഇതിനെ വിടുന്നത്. അപ്പോൾ അങ്ങനെ ഈ പറമ്പ് മുഴുവൻ തണ്ണിമത്തനും അനുബന്ധ കൃഷികളും ആക്കണമെന്നുള്ളൊരു വലിയൊരു മോഹമാണ്. ഇനി നമ്മുടെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ യുവതലമുറകളോട് എന്താണ് പറയുക? യുവതലമുറയോട് പറയുന്നത് നമ്മുടെ ഈ ഒരു നാടിൻ്റെ നട്ടെല്ലെന്ന് പറഞ്ഞാൽ കാർഷിക വൃത്തിയാണ്. ഈ നാട്ടിലെ ജനങ്ങളെ ഉണ്ണുകയും ഊട്ടുകയും ചെയ്യുന്ന നമ്മളാണ്, ഊട്ടിക്കുകയും ചെയ്യുന്ന നമ്മളാണ്. അപ്പോൾ പുതിയ തലമുറ ഇതിനകത്ത് വന്നാൽ മാത്രമേ നമുക്ക്. അതുപോലെ കേരളം ഇന്നൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. കാരണം നമ്മളൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി വന്നാൽ പച്ചക്കറി കറി വെക്കുകയില്ല, ആന്ധ്രയിൽ നിന്ന് വണ്ടി വന്നാൽ അരി വെക്കുകയില്ല. ഒരവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ജംഗിൾ ഓഫ് കോൺക്രീറ്റ് എന്ന് പറയും. കോൺക്രീറ്റുകളുടെ സൗധങ്ങളുടെ ഒരു നാടായി കേരളം മാറിയിരിക്കുകയാണ്. ആ വ്യവസ്ഥ മൊത്തം പാടെ അടിമുടി മാറണം. എല്ലാവരും കാർഷിക വൃത്തിയിൽ സ്വന്തം 10 സെൻറ്റേ ഉള്ളിൽ അവിടെ എന്തെങ്കിലും കൃഷി ചെയ്ത് സ്വന്തമായിട്ട് കുറച്ച് ഉൽപ്പാദിപ്പിക്കാനും അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഡിപ്പെൻഡഡ് സ്റ്റേറ്റ് ആകാതെ നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് സ്വയം പര്യാപ്തമായുള്ളൊരു സംസ്ഥാനമായി കേരളം മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ പുതിയ തലമുറയോട്. അതിനു വേണ്ടിയുള്ള ആർജവം വീണ്ടെടുക്കണം. ആ നഷ്ടപ്പെട്ട ആർജവം വീണ്ടെടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേരളം സ്വയം പര്യാപ്തമാകുന്നു. തമിഴ്നാടിനെ ആശ്രയിച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് 2 വണ്ടി വന്നില്ലെങ്കിൽ പച്ചക്കറിയില്ല കേരളത്തിൽ. ആന്ധ്രയിൽ നിന്ന് കറക്റ്റ് സമയത്ത് വണ്ടി വന്നില്ല, അരിയില്ല. പഞ്ചാബിൽ നിന്ന് ആ അവസ്ഥ മാറി നമ്മൾ സ്വയം പര്യാപ്തനാകാനായിട്ട് ഈ അതായത് ചെളി വളരെ
മോശമായി കിടക്കുന്ന ഈ പറമ്പുകളൊക്കെ തെളിച്ച് വൃത്തിയാക്കിയെടുത്ത് അതെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വേസ്റ്റായി ലാൻഡുകൾ കിടപ്പുണ്ട്. അതായത് വായിൽ കയറി കിടക്കുന്ന പാടയോരങ്ങളും ഈ മരങ്ങൾ തിങ്ങി വളർന്നിരിക്കുന്ന തോട്ടങ്ങളും ഒക്കെ തെളിച്ചെടുത്ത് അവിടെ എന്തെങ്കിലും കൃഷിയും കാര്യങ്ങളും ഒക്കെ മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പാട്ടത്തിനെടുക്കാൻ ആരെങ്കിലും താല്പര്യമാണ് ഞാൻ ഇപ്പോഴും തയ്യാറാണ്. ആർക്കെങ്കിലും കൃഷിഭൂമി ഉണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ്. 4-5 ഏക്കർ എടുത്ത് പാട്ടത്തിന് കൃഷി ചെയ്യാൻ തയ്യാറാണ്. കങ്ങര പഞ്ചായത്തിലെ വഴി, വെള്ളം, ഇങ്ങനെയുള്ള സൗകര്യങ്ങളുള്ള സ്ഥലങ്ങൾ എടുത്ത് കൃഷി ചെയ്യാൻ തയ്യാറാണ്. അടഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഒരു സെൻറ്റ് പോലും നമുക്ക് വേസ്റ്റാക്കി ഇടാതെ കേരളം എല്ലാ മേഖലകളിലും ഈ ഭക്ഷ്യയോഗ്യമായ രീതിയിൽ കൃഷിയോഗ്യമായ രീതിയിൽ ഭൂമി ഉണ്ടാക്കിയെടുത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാവിയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഭാവിയിലടങ്ങുക. മണ്ണിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞതിൻ്റെ അഭിമാനത്തിലാണ് KS താഹ എന്ന കർഷകൻ. ആരോഗ്യമുള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് കൃഷിയിൽ സജീവമാകണം. അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഹരിതത്തിൻ്റെ ഈ ലക്കം സമാപിക്കുന്നു. നമസ്കാരം.